എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതവും ഗോവിന്ദും കൂടെ വിജയലക്ഷ്മിയുടെ അരിയിൽ ഇരിക്കുവാണ്. ഈ സമയത്ത് വിജയലക്ഷ്മിക്കാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിൻ്റെതായി. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, അതെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യും, പിന്നെ വീട്ടിലേക്ക് പോകാമല്ലോ. ഇത് കേട്ടപ്പോ വിജയലക്ഷ്മി പറഞ്ഞു, വേണ്ട, നാളെ വിഷു അല്ലേ, അപ്പൊ എനിക്ക് മൂകാംബിക ദേവിയുടെ അടുത്ത് ചെല്ലണം, കീർത്തനം ചെല്ലണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് പറയണം. ആ കൊള്ളാം, നല്ല കഥയായിപ്പോയി. ഇത് കേട്ടപ്പോ രഞ്ജു പറഞ്ഞു, ആദ്യം അമ്മ ശരിക്കും ഒന്ന് ശ്വാസം വിട്, എന്നിട്ടല്ലേ കീർത്തനമൊക്കെ ആലപിക്കണേന്ന് പറയണം. ഗോവിന്ദ് പറഞ്ഞു, അത് ശരിയാ, ആദ്യം ഈ സൗണ്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക, അതിനുശേഷം മതി കീർത്തനം കച്ചേരിയൊക്കെ മതി എന്ന് പറയണം. ആദ്യം നമ്മുടെ ആരോഗ്യമാണ് നോക്കട്ടെ, അതിനുശേഷം ബാക്കിയെല്ലാം എന്നൊക്കെ പറയണം. ഇത് കേട്ടതും വിജയലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല. വിജയലക്ഷ്മി ദേഷ്യഭാവത്തിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ഗോവിന്ദ് ചോദിച്ചു, അല്ല അമ്മ കഞ്ഞി കുടിച്ചോന്ന് ചോദിക്കണം. വേണ്ട, എനിക്ക് കഞ്ഞിയൊന്നും വേണ്ടാന്ന് പറയാം, അത് ആകപ്പാടെ തണുത്ത് മരവിച്ച് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കഞ്ഞി അങ്ങോട്ട് ചൂടായി കൊണ്ടുവന്നാലെന്ന് ചോദിക്കാം. എനിക്ക് വേണ്ടാന്ന് പറയാം. ഗോവിന്ദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നല്ല പൊടിയരിക്കഞ്ഞി വരുത്താന്ന് പറയാം. നല്ല പൊടിയരിക്കഞ്ഞി, ചുട്ട പപ്പടം, ചമ്മന്തി, കുറച്ച് ചെറുപയറും അങ്ങനെ കുഴച്ചുരുട്ടി, എന്ത് ടേസ്റ്റ് ആയിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിജയലക്ഷ്മി ഒന്നും ഗോവിന്ദനെ നോക്കി. പിന്നീട് പറഞ്ഞു, ആ ചുട്ട പപ്പടം കയ്യിൽ പിടിച്ചിട്ട് ആ പൊടിയരിക്കഞ്ഞി ഒരു സ്പൂൺ ഇങ്ങോട്ട് കോരി ചമ്മന്തി ആ ചെറുപയറെല്ലാം കൂട്ടി ഒരു കഴിപ്പ് അങ്ങോട്ട് കഴിക്കണം. ഒന്ന് ചുട്ട പപ്പടത്തെ കഴിക്കുമ്പോൾ ഒരു സ്പൂൺ കഞ്ഞി വായിൽ വെത്തണമെന്ന് പറയാം. അങ്ങനെ അവരെ കൊതിപ്പിക്കുകയാണ്. അപ്പൊ വിജയലക്ഷ്മി ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മയ്ക്ക് കഞ്ഞി കുടിക്കാൻ തോന്നുന്നുണ്ടോന്ന് ചോദിക്കുക. ഇപ്പൊ എനിക്ക് കഞ്ഞി കുടിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ഗീത വന്നിട്ട് പറഞ്ഞു, എനിക്കും വേണം കഞ്ഞി എന്ന് പറയണം. എന്തോ എനിക്കൊരു കൊതിയൊക്കെ തോന്നുകയെന്ന് പറയണം. ആ സമയം ഗോവിന്ദ് പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും കഞ്ഞിയുടെ എണ്ണം കൂടുന്ന ലക്ഷണം കാണുന്നുണ്ട്. രഞ്ജും കൊതിയോട് കൂടിയിട്ട് ഗോവിന്ദ് പറയുന്നത് കേട്ടോണ്ടിരിക്കണം. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി കഞ്ഞിയും പപ്പടവും കിട്ടുമോ നോക്കട്ടെ എന്ന് പറയണം. ആ സമയം വിജയലക്ഷ്മി, ഇവളൊന്നും കഴിച്ചിട്ടല്ലേ രഞ്ജു, അവളെയും കൂടെ കൊണ്ടുപോയി അവൾക്കും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറയണം. എന്നാ ബാ ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജുനും കൂട്ടിക്കൊണ്ട് ഗോവിന്ദം കൊണ്ട് പോവാണ്. ഈ സമയത്ത് ഗീതു വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. പെട്ടെന്ന് വിജയലക്ഷ്മി വെച്ചു, എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലാതായി നിൽക്കും? ഒന്നുമില്ല, നിനക്ക് രഞ്ജുവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലേ? അനാർക്കിലയുടെ ചോര എന്നറിഞ്ഞു കഴിഞ്ഞപ്പോ നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലേ എന്ന് ചോദിക്കേ. അങ്ങനെയൊന്നുമില്ലമ്മേ, ഞാൻ ചോരയുടെ കളർ നോക്കിയല്ല സ്നേഹിക്കുന്നത്, എനിക്ക് ഒരിക്കലും രഞ്ജുവിനെ വെറുക്കാനായിട്ട് സാധിക്കില്ല, അതൊക്കെ അമ്മയുടെ വെറും തോന്നല് മാത്രമാണെന്ന് പറയാം. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു, ഒരിക്കലും ഈ കാര്യം നീ ഗോവിന്ദനെ അറിയിക്കരുത്. എന്നാണ് ഗീത പറഞ്ഞു, ഞാൻ ഇങ്ങനെ മനസ്സിൽ പിടിച്ചു വെക്കുന്നുള്ള കാര്യം എനിക്കറിയത്തുള്ളൂ. ഓരോ നിമിഷം ഞാൻ ഗോവിന്ദന്റെ വിശ്വാസവഞ്ച കാണിക്കുള്ളൂ എന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമമാവുന്നുണ്ട്. പക്ഷെ എത്ര കാലം ഈ രഹസ്യം ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയാം. സാരമല്ല മോളെ, ദൈവത്തോട് നീ പറയില്ലെന്ന് പറയണം. ആ സമയം ഗോവിന്ദൻ രഞ്ജും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് പുറത്തേക്ക് കഞ്ഞി വാങ്ങാനായിട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയത്താണ് സാന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. വിജയലക്ഷ്മിനെ കാണാനുള്ള വരവാണ്. സാന്ദ്രയെ കണ്ട് രഞ്ജു പറഞ്ഞു, ആഹാ സാന്ദ്രേച്ചി അമ്മേനെ കാണാൻ വന്നായിരിക്കും അല്ലേ? അതെ, വരാൻ പറ്റില്ല എന്ന് പറയും. പെട്ടെന്ന് ഗോവിന്ദനോട് ചോദിച്ചു, ആളെ മനസ്സിലായെന്ന് ചോദിക്കും. ഇല്ല, ഇപ്പൊ IT കമ്പനിയിലെ ജോലി ചെയ്യുന്നത്, നേരത്തെ അമ്മയുടെ വിശ്വസ്തയായ ആളായിരുന്നു പറയാം. ആഹാ കൊള്ളാലോ, കുറെ വർഷം അമ്മയുടെ ഒപ്പം ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് IT കമ്പനിയിലേക്ക് പോയെന്ന് പറയണം. പിന്നീട് സാന്ദ്ര, ഞാൻ ഒരു പ്രാവശ്യം സാറിന്റെ ഓഫീസിൽ വന്നിട്ടുണ്ടെന്ന് പറയാം. ആണോ? ഞാനൊക്കെ അറിയില്ല എന്ന് പറയണം. അതെ, ഞാൻ ഗീതുവിനെ കാണാൻ വേണ്ടി വന്നാന്ന് പറയണം. ഓ അങ്ങനെ. രഞ്ജു പറഞ്ഞു, എങ്ങാനും അമ്മയുടെ അവിടുത്തെ സ്റ്റാഫ് അമ്മയുടെ PA ആണെന്നറിയുമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഗോവിന്ദയുടെ സമ്മതിക്കും, ആ പരിസരത്തേക്ക് പോലും അടുപ്പിക്കാൻ സമ്മതിക്കില്ല. എന്താണെന്ന് നന്നായെന്ന് പറയണം. പിന്നീട് ഗോവിന്ദ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ട് നിൽക്കുക, എന്താ അമ്മയുമായിട്ട് അത്രയ്ക്ക് നല്ല പരിചയമുണ്ടെന്ന് നിൽക്കും. ഇത് കേട്ടിട്ട് രഞ്ജു പറഞ്ഞു, എന്ത് ചോദ്യമാ ഗോവിന്ദേട്ടാ ചോദിക്കുന്നേ? ശരിക്കും പറഞ്ഞാല് ഇപ്പം അമ്മേനെ മാടെന്നൊക്കെ വിളിക്കാറുണ്ടെങ്കിൽ ശരിക്കും ഒരമ്മയുടെ സ്ഥാനത്താണ് ഇവരെയൊക്കെ കാണുന്നതെന്ന് പറയണം. അത്രയ്ക്ക് ഇഷ്ടമാണ് സാന്ദ്രയ്ക്ക് അമ്മേനെന്ന് പറയണം. ശരിയാണോ? അങ്ങനെയാണെന്ന് നിൽക്കുക. അതേന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ദേ അമ്മയെക്കുറിച്ചുള്ള ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ. എന്ത് കാര്യങ്ങള്? അല്ല, അമ്മ കുറച്ച് കുട്ടികളെയൊക്കെ സ്പോൺസർ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നല്ലോ, അതിൽ ഓർഫൻ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട രഞ്ജു ഗോവിന്ദന്റെ മുഖത്തേക്ക് നോക്കി. രഞ്ജുവിന് കാര്യം പിടികിട്ടി. കാരണം അനാർക്കലിയുടെ മോളാരെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഗോവിന്ദേട്ടൻ. ഈ സമയം സാന്ദ്ര ഒന്നും ആലോചിച്ചു. എന്നിട്ട് ഓർഫൻ ആരും ഇല്ലാന്ന് പറയണം. അങ്ങനെ എന്താ ചോദിച്ചതെന്ന് ചോദിക്കണം. പെട്ടെന്ന് ഗോവിന്ദൻ, അല്ല അത് പിന്നെ ഞാനെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ രഞ്ജു സഹായത്തിനെത്തി. രഞ്ജു പറഞ്ഞു, അല്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സ്പോൺസർഷിപ്പ് കൊടുക്കാനായിരുന്നു പറയണം. ആണോ? അങ്ങനെയാണെങ്കിൽ അത് പിന്നെ വിജയലക്ഷ്മി മാഡത്തിനോട് ചോദിച്ചാൽ പോരെന്ന് ചോദിക്കും. അല്ല അത് പിന്നെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ശരിയാവത്തില്ല എന്ന് പറയാം. അമ്മയെ അറിയാതെ വേണം, കാരണം അമ്മ കുറച്ച് കുട്ടികളെ അങ്ങനെ നേരത്തെ ഏറ്റെടുത്ത് നോക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ആരെയും പൈസക്ക് ബുദ്ധിമുട്ടി ഇരിക്കുന്നുണ്ടെങ്കിലേ
അവരെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗോവിന്ദൻ ഉദ്ദേശിച്ചെന്ന് പറയാം. ഓ അങ്ങനെയാണല്ലേ, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് പറയണം. ഈ സമയം ഗോവിന്ദ് മനസ്സിൽ കരുതി തന്നെ രക്ഷിക്കുന്നുണ്ട് ഇവള്. കാരണം അവൾക്ക് മനസ്സിലായി താൻ അനാരക്കിയുടെ മോളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ടാണ് രഞ്ജു ചാടിക്കേറി എല്ലാത്തതും സംസാരിക്കുന്നത്. തനിക്ക് ഗുണകരമായിട്ട് അതോ വരുന്നേ എന്നൊക്കെ ഗോവിന്ദ് ചിന്തിക്കണം. പക്ഷെ ഗോവിന്ദിന് അറിയില്ലല്ലോ തൊട്ടടുത്തേക്കുന്ന അനാർക്കലിയുടെ മോളാന്നുള്ള കാര്യം. പിന്നീട് അവരങ്ങോട്ടേക്ക് പോവാണ്. അതിനുശേഷം വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടെ വിഷുക്കണി ഒരുക്കാൻ തുടങ്ങുവാണ്. അപ്പം പ്രിയുണ്ട്, രേഖയുണ്ട്, ഗീതുണ്ട്. അങ്ങനെ വിഷുക്കണി ഒരുക്കാൻ തുടങ്ങിക്കൊണ്ട സമയത്ത് അയ്യപ്പേടൻ അങ്ങോട്ട് വന്നു. അയ്യപ്പേടൻ വന്നു കഴിഞ്ഞപ്പോൾ രാധികാമയും കാഞ്ചനയും നോക്കി നിൽക്കുകയാണ്. അയ്യപ്പേടൻ വന്നിട്ട് പറഞ്ഞു, അല്ല കാഞ്ചനെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇവിടുത്തെ ജോലിക്കാരിയാണോ അതോ മുതലാളിയാണോ ചോദിക്കാം. അതെന്താ അയ്യപ്പേടൻ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇവരൊക്കെ ജോലി ചെയ്യുന്നു, നീ നോക്കി നിൽക്കുന്നു, അതുകൊണ്ട് ചോദിച്ചാ. ഓ അതോ, അത് വന്ന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ പറഞ്ഞേ? അതെ, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ തമിഴ് പറയരുതെന്ന്. എനിക്ക് മനസ്സിലാവില്ലെന്ന് അറിയത്തില്ലേ? ഞാൻ തമിഴൊന്നും അല്ല പറഞ്ഞ അയ്യപ്പണ്ണ, മലയാളമാന്ന് പറയണ. എന്നിട്ട് പറഞ്ഞു, അത് പിന്നെ ഉണ്ടല്ലോ, എനിക്ക് ഈ വിഷുക്കണിയൊന്നും അറിയത്തില്ല, തമിഴ്നാട്ടിൽ വിഷുക്കണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നേന്ന് പറയും. ഓ അങ്ങനെയാ, അല്ലെങ്കിൽ ഇപ്പം നീ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇവിടെ അങ്ങ് തകർത്ത് വാരിയനം എന്ന് പറയാണ്. ഈ സമയത്താണ് ഗോവിന്ദ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഗോവിന്ദനെ കണ്ടതും രാധികാമ്മ പെട്ടെന്ന് ഒന്ന് നോക്കി. എന്നിട്ട് നേരെ കാഞ്ചനയുടെ എത്തി ചോദിച്ചു, അല്ല കാഞ്ചനെ, ഈ തവണത്തെ കണി എന്നെ കാണിക്കുന്ന ആരാന്ന് ചോദിക്കുകയാണ്. തീടെ കാഞ്ചന പറഞ്ഞു, ആര് കാണിക്കാനായിട്ട്? രാധികാമ്മ തന്നെ വന്ന് കാണണമെന്ന് പറയണം. പെട്ടെന്ന് രാധികാമ്മ കണ്ണ് കാണിക്കുകയാണ്. പിന്നെ ചോദിച്ചു, അല്ല ഇത്തവണ എന്നെ ആരെ വിഷുക്കണി കാണിക്കണമെന്ന് ചോദിക്കൂ. ഓ അങ്ങനെ അല്ലേ, ഗോവിന്ദമാമൻ ഇറങ്ങി വരുന്നില്ലേ, ഗോവിന്ദമാമൻ കാണിച്ചോളൂ എന്ന് പറയാം. കണ്ണ് പൊത്തി രാധികാമ്മയെ കൊണ്ടുവന്ന് കണി കാണിച്ചോളൂ എന്ന് പറയാണ്. ഇത് കേട്ടപ്പം പ്രിയ പറഞ്ഞു, അല്ലെങ്കിലും എല്ലാ വർഷവും ഗോവിന്ദേട്ടനും അമ്മയും കൂടിയാണ് എന്നെ കണി കാണിക്കാറുള്ളത്, വിഷു കൈനീട്ടമൊക്കെ തരാറുള്ളതെന്ന് പ്രിയ പറയണം. അപ്പോഴേക്കും ഗോവിന്ദ് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഈ തവണത്തെ വിഷുവിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറയണം. എന്ത് പ്രത്യേകത? അതൊക്കെ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം രാധികാമ്മ ഗോവിന്ദിനെ നോക്കി പിന്നിടിച്ചു. എന്താ കണ്ണ, കാര്യം എന്താന്ന് വെച്ചാൽ പറ, ഇത്തവണത്തെ വിഷുവിന്റെ പ്രത്യേകത എന്താന്ന് പറ എന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, അത് സർപ്രൈസ് ആന്ന് പറയണം. സർപ്രൈസ് എന്താ? രാധികാമ്മയ്ക്ക് എന്തോ അത് അറിയണം എന്ന് തന്നെ ഒരു ചിന്ത. രാധികാമ്മ പെട്ടെന്ന് ഗോവിന്ദിന്റെ അടുത്ത് വന്നിട്ട്, സത്യം പറ, ഈ തവണത്തെ വിഷുവിന്റെ പ്രത്യേകത എന്താന്ന് ചോദിക്കാം. അതോ, ഇങ്ങോട്ട് വാ പറയാന്ന് പറഞ്ഞിട്ട് പതുക്കെ പറയാം. എല്ലാ തവണത്തെയും വിഷുവിൻ രാധികാമ്മയ്ക്ക് ഞാൻ അല്ലേ രാധികാമ്മയ്ക്ക് വിഷു കൈനീട്ടം തരുന്നിരിക്കാം. അതെ, രാധികാമ്മ എനിക്കും തരാറില്ലേ? ഉണ്ട്. പക്ഷെ ഇത്തവണ അതിന് മാറ്റം ഉണ്ടെന്ന് പറയണം. രാധികാമ്മയുടെ കയ്യിൽ നിന്ന് എല്ലാ തവണ വിഷു കൈനീട്ടം വാങ്ങുന്നേ, പക്ഷെ ഇത്തവണ അങ്ങനെയല്ലെന്ന് പറയണം. അങ്ങനെയല്ലേ, അതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം രാധികാമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പെട്ടെന്ന് കാഞ്ചന പറഞ്ഞു, ഞാൻ കേട്ടു, രാധികാമ്മയുടെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം മേടിക്കണം എന്നല്ല ഗോവിന്ദമാമ പറഞ്ഞെന്ന് ചോദിക്കും. അതെ, അങ്ങനെ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഗോവിന്ദ് ചിരിക്കുകയാണ്. രാധിക ഇങ്ങനെ രൂക്ഷമായിട്ട് കാഞ്ചനയെ നോക്കുകയാണ്. പിന്നീട് ഗോവിന്ദ് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് ഗീത ചോദിച്ചു, അല്ല കണ്ണേണ്ട എന്താ പറഞ്ഞെന്ന് ചോദിക്കും. അതെ, രാധികാമാമ്മയുടെ നിന്ന് വിഷു കൈനീട്ടം മേടിക്കുന്ന കാര്യം പറഞ്ഞാന്ന് പറയാം. ഓഹോ അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് രഞ്ജു അല്ല പ്രിയ പറഞ്ഞു, അതെ വിജയലക്ഷ്മി അമ്മയ്ക്ക് ഫുഡ് കൊണ്ടേ കൊടുക്കണം. വിജയലക്ഷ്മി അമ്മ ഹോസ്പിറ്റലല്ലേ, ഇത് പാവം, ഒരു പക്ഷേ ഇവിടെ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് വിഷു ആഘോഷിക്കേണ്ട എല്ലാവരും ചോദിക്കും. രാധിക പറഞ്ഞു, അതെങ്ങനെ കയ്യിലിപ്പ് ശരിയല്ലെങ്കിൽ തനിച്ചൊക്കെ വിഷു ആഘോഷിക്കേണ്ടതായിട്ടൊക്കെ വരുമെന്ന് പറയണം. ഇഷ്ടപ്പെടാത്ത മട്ടിലെ ഗീതവും രൂക്ഷമായിട്ടൊന്ന് നോക്കുവാണ് രാധികനെ. രാധിക പിന്നെ ഒന്നും മിണ്ടിയില്ല. അതിനുശേഷം ഗീത മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും ബെഡൊക്കെ കുടഞ്ഞു വിരിച്ച് തലയണക്കവറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദ്. പെട്ടെന്ന് ഗീത ചോദിച്ചു, ആഹാ ഇത് അത്ഭുതമായി പോയിരിക്കുന്നല്ലോ, ഇത് എന്ത് പറ്റി ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നാനായിട്ട്? അതോ എന്റെ ഭാര്യ വിഷക്കണയൊക്കെ ഒരിക്കലും ക്ഷീണിച്ചു വരുമല്ലേ, അപ്പോൾ അവൾക്കൊരു ആശ്വാസം ആവട്ടെ എന്ന് കരുതി. ആണോ? എന്നാ കുഴപ്പമില്ല. അതെ, എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ നാളെ, അതെന്താന്ന് ചോദിക്കണം. അത് സർപ്രൈസ് അല്ലേ, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ സർപ്രൈസ് പോകത്തില്ലെന്ന് ചോദിക്കുക. എന്നാലും എന്നോട് പറയാത്ത, ഭാര്യയോട് പറയാത്ത എന്ത് സർപ്രൈസാ? അതെ, ഭാര്യയോട് പറയാത്ത സർപ്രൈസ് ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഭാര്യയായിട്ട് ഷെയർ ചെയ്യണം. ആ വീട്ടിലെ കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം. പക്ഷേ സർപ്രൈസ് മാത്രം ഷെയർ ചെയ്യാൻ പറ്റില്ല. അത് ഭാര്യയാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി എന്ന് പറയാം. ഗീതുവിന് നല്ല ദേഷ്യം വന്നു. അങ്ങനെയാണോ? അന്ന് ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറയാം. പിന്നെ കണ്ടുപിടിച്ചത് തന്നെ അന്ന് നമുക്കറിയാന്ന് പറയാണ്. അവസാനം ഗോവിന്ദ് പറഞ്ഞു, നീ വെറുതെ വാശി പിടിക്കേണ്ട കാര്യമില്ല. പിന്നെ നാളെ ഒരു കാര്യമുണ്ട്, നാളെ രാവിലെ നിന്നെ ഞാൻ കൊണ്ട് കണി കാണിക്കുമെന്ന് പറയാം. അതെ, പള്ളിപ്പറം പോയി പറഞ്ഞാൽ മതി, എന്നെ ആരും കണി കാണിക്കാൻ വരണ്ട, ഞാൻ ഗോവിന്ദാനെ ആയിരിക്കും ആദ്യം കണി കാണിക്കണം എന്ന് പറയാം. ഗോവിന്ദ് പറഞ്ഞു, വേണ്ട, നിന്നെ ഞാൻ ആദ്യം കൊണ്ട് കണി കാണിച്ചോളാന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും കൂടും തർക്കമായി. അവസാനം ഗീത പറഞ്ഞൊരു കാര്യം ചെയ്യാം, ആദ്യം ആരെഴുന്നേക്കുന്നോ അവർ കൊണ്ട് കണി കാണിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കയറി കിടന്നു. ഗോവിന്ദ് ഉറങ്ങാൻ വേണ്ടി ഗീത് കാത്തിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് ഉറങ്ങിയെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഗീത് പതുക്കെ എന്ത് ചെയ്യുവാണ്, ഗോവിന്ദന് ഫോൺ എടുത്തു. അപ്പം അതിനകത്ത് അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം എത്ര മണിക്കാണ് അതിന് കുറച്ച് മുമ്പ് വെച്ചാൽ മതിയല്ലോ.
എന്ന് കരുതി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ 6 മണിക്ക്. ഗീത കൃത്യം 5:45 അലാറം വെച്ചു. ഇത് കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താൻ ആദ്യം എഴുന്നേക്കും, പിന്നീട് ഗോവിന്ദനെ കൊണ്ടുവന്ന് കണി കാണിക്കും. പിന്നെ ഗീത ഓർത്ത്, ദൈവമേ, താൻ ആദ്യം അലാറം വെച്ചിട്ടുണ്ട്. തന്റെ അലാറത്തിന്റെ സൗണ്ട് കേട്ടെങ്ങാനും ഗോവിന്ദനെ ഉണർന്നാലോ? അത് വേണ്ട, പെട്ടെന്നൊരു കാര്യം ചെയ്യാം, ഇയർഫോൺ എടുത്ത് വെക്കാം എന്ന് കരുതിയിട്ട് ഇയർഫോൺ എടുത്ത് വെക്കുവാണ് ചെവിക്കകത്തേക്ക്. ഇനി കുഴപ്പമില്ല, അലാറം തന്നെ ചെവിക്കകത്ത് അടിക്കുള്ളൂ എന്ന് കരുതിയിട്ട് സ്വസ്ഥ സമാധാനത്തോടും കീട് കിടന്ന് ഉറങ്ങുവാണ്. ആ സമയത്ത് ഗോവിന്ദ് പതുക്കെ ഒരു കണ്ണു തുറന്നു നോക്കി. ആഹാ, ഇവള് കിടന്ന് ഉറങ്ങുക. അങ്ങനെയാണെങ്കിൽ ഇവളെ കുട്ടി പണി കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് എഴുന്നേക്കുവാണ്. കാരണം ഗീത വെച്ചിരിക്കുന്ന അലാറത്തെക്കാളും കുറച്ച് വെക്കാനായിട്ടാണ് ഗോവിന്ദ് എഴുന്നേക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.